ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുനാഥൻ്റെ പീഡാനുഭവങ്ങളുടെ സ്മരണയിലേക്ക് ഒരിക്കൽ കൂടി നാം കടന്നിരിക്കുന്നു. രക്ഷാകരമായ കഷ്ടാനുഭവമേ, സമാധാനത്താലെ വരിക. രക്ഷാകരമായ കുരിശിനെയാണല്ലോ ഈ ആഴ്ചയിൽ പ്രധാനമായും നാം ധ്യാനിക്കുക. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. കാൽവറിയും ക്രൂശിതനും ദൈവസ്നേഹത്തിൻ്റെ ദൃശ്യമായ തെളിവുകളാണ്. മനുഷ്യകുലത്തിനോടുള്ള ദൈവസ്നേഹം പൂർണ്ണമായും ദൃശ്യമായത് കാൽവറിയിലെ മരക്കുരിശിലാണ്. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. നമ്മെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് പിതാവ് അയച്ച പുത്രനാണ് മനുഷ്യകുലത്തിനു വേണ്ടി കുരിശിൽ മരിച്ചത്. ആ കുരിശ് ഇന്നും ലോകത്തോട് രക്ഷയുടെ സന്ദേശം സംവദിക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നതും ധ്യാനിക്കുന്നതും ദൈവസ്നേഹത്തിൻ്റെ സ്രോതസ്സും നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ പ്രതീകവുമാണ്. ലോകത്തെ മുഴുവൻ ആശ്ലേഷിക്കുന്ന ദൈവിക കാരുണ്യം നിർഗളിക്കുന്നത് കുരിശിൽ വിരിച്ച ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്നും കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ വിരിമാറിൽ നിന്നുമാണ്. പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി നമുക്ക് ജീവൻ്റെ പ്രത്യാശ പകരുന്നത് യേശുനാഥൻ്റെ കുരിശാണ്. അതിനാൽ നമ്മുടെ സത്യമായ പ്രത്യാശ രക്ഷാകരമായ കുരിശു തന്നെയാണ്. കുരിശിലുള്ള വിശ്വാസമാണ് നമ്മെ അവിടുത്തെ വഴികൾ തിരഞ്ഞെടുക്കുവാൻ ക്ഷണിക്കുന്നത്. അങ്ങനെ അവിടുത്തെ സഹനത്തിലും ത്യാഗത്തിലും പങ്കുചേർന്നുകൊണ്ടാണ്, കുരിശിൻ്റെ പാതയിൽ ചരിച്ചുകൊണ്ടാണ് നമ്മൾ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുന്നതും ദൈവത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കുമായി സമർപ്പിതരാകാൻ സന്നദ്ധരാകുന്നതും. ക്രൂശിതനായ ക്രിസ്തു കുരിശിൽ നിശ്ചലനായി കിടക്കുന്നത് ആണികളുടെ ശക്തിയാലല്ല, പിന്നെയോ അവിടുത്തെ അനന്തമായ സ്നേഹത്താലാണ്. കാൽവറിയിലെ മരക്കുരിശിൽ തെളിയുന്നത് മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹമാണ്. സ്വന്തം ജനത്തിന് ജീവനും സാന്ത്വനവും പകരാനും അവരെ കാരുണ്യത്താലും ക്ഷമയാലും ആശ്ലേഷിക്കുവാനുമായി ദൈവപുത്രൻ കുരിശിൽ ബലിയായി മാറി. ഈ കുരിശിലെ സ്നേഹം നമ്മെ സൗഖ്യപ്പെടുത്തുകയും മുറിവുകളിൽ സാന്ത്വനമേകുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. ക്രൂശും ക്രൂശിതനും അളവില്ലാത്ത സ്നേഹത്തിൻ്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്ന തുറന്ന പുസ്തകമാണ്. നാം ദൈവത്തോട് മറുതലിച്ചാലും ദൈവത്തിന് നമ്മിൽ ഉണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് കൽവറിയിലെ കുരിശ്. കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ യഥാർത്ഥ സ്നേഹമെന്നാൽ ആത്മദാനവും ഉപേക്ഷയുമാണെന്ന് നാം തിരിച്ചറിയുന്നു. കുരിശിൻ്റെ സ്നേഹ ശിഷ്യരാവുക എന്നതാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിളി. ലോകം ചെയ്ത തിന്മയോട് ദൈവം പ്രതികരിച്ച രീതിയാണ് കുരിശെങ്കിൽ, ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന തിന്മകളോട് നാം പ്രതികരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ കുരിശ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായതുപോലെ ഈ വിശുദ്ധ ദിനങ്ങളിൽ കുരിശിലെ സ്നേഹത്തിൻ്റെ ശിഷ്യരായി നമ്മെ വലയം ചെയ്യുന്ന തിന്മകളുടെ ശക്തികളെ കുരിശിനാൽ നമുക്ക് നേരിടാം. ക്രിസ്തു ചെയ്തതുപോലെ കുരിശുകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാം. ദൈവം സഹായിക്കട്ടെ.